നമുക്കിന്ന് കുറച്ച് ഫ്രഷ് ഗിവ് അവേ ഓഫേഴ്സ് കണ്ടിട്ട് വരാം. ആദ്യത്തെ ഗ്യാരണ്ടി എന്ന് വെച്ചാൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര ഫ്രീ. എവിടെ വേണമെങ്കിലും പോവാം, എവിടെ വേണമെങ്കിലും ടൂർ പോവാം, തീർത്ഥാടനത്തിന് പോവാം, അമ്പലത്തിൽ പോവാം, എവിടെ വേണമെങ്കിലും പോവാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ മാസം ധനസഹായം കൊടുക്കാം, അവർ പഠിച്ച നല്ല നിലയിലെത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മൂന്നാമത് ചെറുപ്പക്കാർക്ക് സംരംഭം തുടങ്ങാൻ 5 ലക്ഷം രൂപ പലിശ. നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഫ്രീ ഇത് വിട്ടു ഒരു പരിപാടി അറിയില്ല. അതായത് ഈ പറയുന്നത് ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി നിങ്ങൾക്ക് തരാം, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം എന്നല്ല ഇവർ പറയണത്. അല്ലാതെ ഇവർ പോയി പാറ പൊട്ടിച്ചിട്ടോ പശുവിനെ കറന്നിട്ടോ കാശുണ്ടാക്കിയിട്ട് പെൺകുട്ടികൾക്ക് 1000 വെച്ച് മാസം തരാം, KSRTCയിൽ ഫ്രീ ആയിട്ട് വിടാൻ ടിക്കറ്റ് തരാം എന്നല്ല പറയുന്നത്. ഇത് നമ്മൾ വിളിക്കേണ്ടത് കായംകുളം കൊച്ചുണ്ണി പൊളിറ്റിക്സ് എന്നാണ്. നമ്മൾ ആരും തന്നെ മറ്റൊരാളെ ചെലവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. പക്ഷെ എന്നിരുന്നാലും ഇവർ നമുക്ക് ഈ ഫ്രീ ഓഫർ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ രാഷ്ട്രീയക്കാരൊക്കെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആളുകളെല്ലാം ഈ ഫ്രീക്ക് അടിമകളാക്കി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പവറിൽ വരാം എന്നുള്ളതാണ്. എന്നായിരിക്കും നിങ്ങൾ അധ്വാനിച്ചോ ബിസിനസ് ചെയ്തോ ഉണ്ടാക്കുന്ന കാശ് ഞങ്ങൾ ടാക്സ് എന്ന് പറഞ്ഞ് കൈയിട്ട് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലെ ജനങ്ങളോട് വോട്ട് ചോദിച്ച് വരാൻ പോകുന്നത്? നമുക്ക് വേണ്ടത് ഇവരെ ഫ്രീ ഒന്നുമല്ല. നമുക്ക് വേണ്ടത് അഭിമാനത്തോടു കൂടി അധ്വാനിച്ച് നമ്മുടെ ഓൺ ടേംസിൽ ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷമാണ്. അതുണ്ടാവാൻ ആദ്യം നമ്മൾ ഈ ജനങ്ങളുടെ ഫ്രീക്ക് വേണ്ടി കൊതിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കേണ്ടതുണ്ട്. That's what I'm trying to do. Let's try to make Kerala a capitalist state, guys. Thank you for watching.